ഉൾവശം എന്നിവ കഴുകൽ നിർബന്ധമില്ല. മുഖത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങൾ കഴുകി എന്ന് ഉറപ്പുവരുത്താൻ അതിർത്തിയിൽ നിന്ന് അല്പം പുറത്തേക്ക് കൂടി കഴുകൽ വ്യാപിപ്പിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ മുഖം പൂർണ്ണമായി കഴുകി എന്ന് വുളു ചെയ്യുന്നവന് ഉറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അത് സൂക്ഷ്മതയുടെ ഭാഗമാണ്. താടിയുടെ ഉൾവശത്ത് ഇങ്ങനെ വെള്ളം എത്തിക്കാം. 2 കൈകൾ മുട്ട് ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകുന്നു. ആദ്യം വലതു കൈ 3 പ്രാവശ്യം കഴുകണം. പിന്നീടാണ് ഇടതു കൈ കഴുകേണ്ടത്. മോതിരത്തിന്റെ താഴെ വെള്ളം എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഇങ്ങനെ ചെയ്യണം. إن أمتي يدعون يوم القيامة غرا محجلين من آثار الوضوء فمن استطاع منكم أن يطيل غرته وتحجيله فليفعل. മുഖത്തെ സംബന്ധിച്ച് നാം പരാമർശിച്ചതുപോലെ 2 കൈകൾ കഴുകി എന്ന് ഉറപ്പു വരുത്തുന്നതിന് കൈമുട്ടിന്റെ മുകളിലേക്ക് കൂടി കഴുകൽ വ്യാപിപ്പിക്കേണ്ടതാണ്. വുളുവിന്റെ അവയവങ്ങളിൽ വെള്ളം ഒലിച്ചിറങ്ങണം. തടകിയാൽ പോരാ എന്നർത്ഥം. തല 3 പ്രാവശ്യം തടവുന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിവരിച്ചിട്ടുള്ളത് തലയിൽ നിന്ന് അല്പം മാത്രം തടകിയാൽ മതി. തല മുഴുവൻ തടകുക എന്നതാണ് ഏറ്റവും പുണ്യമുള്ളത്. തല തടവുന്നതിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അബ്ദുല്ലാഹിബ്നു സയ്യിദ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുമ്പോൾ തലയ്ക്ക് വേണ്ടി എടുത്തതല്ലാത്ത വെള്ളം ചെവിക്ക് വേണ്ടി എടുക്കുന്നത് ഞാൻ കണ്ടു. ചെവി 3 തവണ തടവുന്നു. 2 ചെവികളും ഒപ്പം തടവേണ്ടതാണ്. തള്ളവിരൽ കൊണ്ട് ചെവിയുടെ പുറവും ചൂണ്ടുവിരൽ കൊണ്ട് ഉൾവശവും ഇങ്ങനെ തടവണം. 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ 3 പ്രാവശ്യം കഴുകുന്നു. ആദ്യം വലതുകാൽ, പിന്നീട് ഇടതുകാൽ. കാൽ വിരലുകളുടെ ഇട, മടമ്പ് തുടങ്ങിയവ ശ്രദ്ധിച്ചു കഴുകേണ്ടതാണ്. കണങ്കാലിലേക്ക് അല്പം കയറ്റി കഴുകണം. വുളുഇന് ശേഷം ഇപ്രകാരം നിന്ന് ദുആ ചെയ്യണം. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. വുളുഇന്റെ ഫർളുകൾ: 1. നിയ്യത്ത് ചെയ്യൽ. 2. മുഖം കഴുകൽ. 3. 2 കൈ മുട്ട് ഉൾപ്പെടെ കഴുകൽ. 4. തല അല്പം തടവൽ. 5. കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ. 6. മേൽപ്പറഞ്ഞവ ക്രമത്തിൽ നിർവഹിക്കൽ. വുളുഇന്റെ ചില പ്രധാന സുന്നത്തുകൾ: ഖിബിലക്ക് മുന്നിടുക, തുടക്കത്തിൽ ബിസ്മിയും ദിക്റുകളും ചൊല്ലുക, മുൻകൈ കഴുകുക, പല്ലു തേക്കുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക, തല മുഴുവൻ തടവുക, ചെവി തടവുക, അവയവങ്ങൾ തേച്ചു കഴുകുക,
കഴുകലും തടവലും 3 പ്രാവശ്യം ചെയ്യുക. അവസാനം ദുആ ചെയ്യുക. വുളുവിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിയ്യത്ത് ഉണ്ടായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. വുളുവിൽ പ്രവേശിക്കുന്നത് മുതൽ വുളുവിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നത് വരെ മനസ്സിൽ നിയ്യത്ത് ഉണ്ടാകേണ്ടതാണ്. തുടക്കത്തിൽ നിയ്യത്ത് ചെയ്യുമ്പോൾ നാവ് കൊണ്ട് ഉച്ചരിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഒരവയവം കഴുകിയ ഉടനെ തൊട്ടടുത്ത അവയവം കഴുകുക. മുവാലാത്ത് എന്നാണ് ഇതിന് പറയുക. ഇത് സുന്നത്താണ്. ജമാഅത്ത് നഷ്ടപ്പെടും എന്നു കാണുകയാണെങ്കിൽ വുളുവിന്റെ സുന്നത്തുകൾ എല്ലാം എടുക്കേണ്ടതില്ല. മറിച്ച് വുളുവിന്റെ സുന്നത്തുകൾ ഒഴിവാക്കി ജമാഅത്തിന്റെ മഹത്വം ലഭിക്കുവാൻ വേണ്ടി വുളു പെട്ടെന്ന് ചെയ്യുകയാണ് വേണ്ടത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെള്ളത്തിന് ക്ഷാമമുള്ള സന്ദർഭങ്ങളിൽ ഫർളായ ഭാഗങ്ങൾ മാത്രം കഴുകിയാണ് വുളു ചെയ്യേണ്ടത്. വുളുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട വെള്ളം കൊണ്ട് വുളു ചെയ്യുമ്പോൾ പരമാവധി 3 തവണ മാത്രമേ ഓരോ അവയവവും കഴുകാൻ പാടുള്ളൂ. അമിതമായി വെള്ളം ഉപയോഗിക്കുക എന്നത് തീരെ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലൗ കുൻത അലാ ശത്തിൽ ബഹർ, നീ കടലിന്റെ തീരത്തായാൽ പോലും അമിതമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. രോഗം കാരണമോ ജലക്ഷാമം കൊണ്ടോ വെള്ളം ഉപയോഗിക്കുക സാധ്യമല്ലെങ്കിൽ വുളുഇനും കുളിക്കും പകരം തയമ്മും ചെയ്യാവുന്നതാണ്. തയമ്മുമിന്റെ രൂപം നമുക്ക് പഠിക്കാം. നിസ്കാര സമയം ആയ ശേഷം നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നു കരുതി ശുദ്ധിയുള്ള പൊടിമണ്ണ് മുൻകൈകൊണ്ട് 1 പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുത്ത് മുഖത്ത് തടവുക. രണ്ടാമതും അടിച്ചെടുത്ത് കൈകൾ തടവുക. തടവുന്ന രൂപം നന്നായി ശ്രദ്ധിച്ചുവല്ലോ. ഇങ്ങനെ ചെയ്യുന്നതാണ് തയമ്മും. ഒരു തയമ്മും കൊണ്ട് 1 ഫർള് മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. വെള്ളം ഉപയോഗിക്കാനുള്ള തടസ്സം ഒരു അവയവത്തിൽ മാത്രമേ ഉള്ളൂവെങ്കിൽ മറ്റു ഭാഗങ്ങൾ കഴുകുകയും മുറിവിന് വേണ്ടി തയമ്മും ചെയ്യുകയും വേണ്ടതാണ്. നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്ത് മാലിന്യം നീക്കം ചെയ്യുക എന്നതാണ്. മലം, മൂത്രം എന്നിവയിൽ നിന്ന് ശുദ്ധി വരുത്തിയതിന് ശേഷമായിരിക്കണം നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത്. ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ മാലിന്യം ഉണ്ടാകാൻ പാടുള്ളതല്ല. നിന്നു മൂത്രിക്കുന്നവർ